എല്ലാവർക്കും നമസ്കാരം. ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈത്തപ്പഴം പച്ചമുളകും ചേർത്തിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുണ്ടായ പച്ചമുളക് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. സാധാരണ ഉണ്ടമുളക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. ഇപ്പോൾ കുറച്ചേറെ പച്ചമുളക് കിട്ടിയതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഈ പച്ചമുളക് നമുക്ക് ഇങ്ങനെ ഇതിൽ കിടന്ന് വെന്ത് പോവാതെ നല്ല കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സുർക്കയിലിട്ട് വെക്കുന്നുണ്ട്. അത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ മുളക് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ഈത്തപ്പഴം എടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറ്. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായി തുടച്ചെടുത്തിട്ട് 2 കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കീറിയിടുകയല്ല, നുറുക്കിയിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് എന്നിട്ട് ഒരു കുപ്പിയിലേക്ക് നല്ല തുടച്ച് വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാതെ വേണം കുപ്പിയിൽ വെക്കാനായിട്ട്. അപ്പോൾ തുടച്ചെടുത്തിട്ട് അതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് സുർക്ക അതിനൊരു ലെവലിൽ മുങ്ങാനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ 2 ദിവസം മാറ്റി വെക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഈത്തപ്പഴം പച്ചമുളകൊക്കെ കൂടെ അച്ചാർ ഇടുന്ന സമയത്ത് അത് കുഴഞ്ഞു പോവാതെ നല്ല ബലത്തിലിരിക്കും. സാധാരണ നമ്മൾ പച്ചമുളക് പച്ചക്ക് കഴിക്കൂലേ, അപ്പോൾ ഉണ്ടാവണ ആ കട്ടി പോലെ ഇരിക്കും ഈ പച്ചമുളക് ഇതേപോലെ ചെയ്തെടുത്താൽ. സാധാരണ ഉപ്പിലിട്ട് വെക്കണത് പോലെയല്ല, നല്ലൊരു കട്ടിക്കിരിക്കും, ഉടയാതെ തന്നെ. എന്നാലോ അതിൽ ഉപ്പും പുളിയും എരിവും മധുരമൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇനി 2 ദിവസം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. പിന്നെ സുർക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ തീരെ വെള്ളത്തിൻ്റെ അംശമില്ലാത്തതുകൊണ്ട് കേടുവരുമൊന്നുമില്ല കേട്ടോ. ഇത് ഇനിയിപ്പോൾ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കണം, അപ്പോൾ സൗകര്യം പോലെ ഉണ്ടാക്കിയെടുത്താലും മതി. മുളക് ഇതേപോലെ കിട്ടുമ്പോഴൊക്കെ സുർക്കയിൽ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കണേലേക്ക് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇരട്ടി ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ചട്ടി ചൂടായാൽ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉലുവ ചേർക്കുന്നുണ്ട്. ഞാൻ ഈ അച്ചാറിലേക്ക് ഉലുവയും കടുകും പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ മൂപ്പിക്കാനായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം അത് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂണ് കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പൊട്ടി വരുന്നത് വരെ നമ്മളൊന്നിങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പിടി വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വെള്ളമൊക്കെ പൊട്ടിപ്പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം കഴുകി നന്നായി തുടച്ചെടുത്താണെങ്കിലും കൂടെ ഇനി അതിൽ വല്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് ഈ എണ്ണ കുറച്ച് അധികം ഉണ്ടല്ലോ, ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പൊയ്ക്കോളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ടീസ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത് കൊടുത്തൊന്ന് സിം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു മൂത്ത മണം വരുന്ന സമയത്താണ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് എണ്ണയിലൊക്കെ കിടന്ന് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ അങ്ങനെ മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കായം 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ഇട്ട് വെച്ചതിൽ സുർക്കയും കൂടെ ഇട്ട് വെച്ചില്ല, അതിൽ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം സുർക്കയും കൂടെ. അപ്പോൾ ആവശ്യത്തിനുള്ള സുർക്ക ഇതിലുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും സുർക്ക ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിലുള്ളൊക്കെ എടുക്കുന്ന പച്ചമുളക് കണ്ടില്ലേ, നന്നായിട്ട് കട്ടിക്കിരിക്കുന്നുണ്ട്. ഇതിനി തിളപ്പിച്ചാലും ഇത് ഉടഞ്ഞ് പോവില്ല കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടും. ഇതെല്ലാം കൂടെ ഇതിൽ മിക്സ് ആക്കിയിട്ട് ഇത് ഇരിക്കും തോറും ഭയങ്കര ടേസ്റ്റാവും ഈ പച്ചമുളക് കഴിക്കാനായിട്ട്. സാധാരണ ഈത്തപ്പഴം പച്ചമുളകും കൂടെ പിന്നെ അച്ചാറിട്ട് വരുമ്പോൾ നന്നായി കുഴഞ്ഞ പോലെ ഇരിക്കുകയാണ് പതിവ്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്.
മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായി തിളച്ചാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ആറിയതിന് ശേഷം നമുക്ക് ഇത് കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കാം. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ, ചൂടുവെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ, അപ്പോൾ കേടുകൂടാതെ തന്നെ ഇരിക്കും കേട്ടോ. സ്വർക്കം മാത്രമായതുകൊണ്ട് അപ്പോൾ പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ആറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ടും ചട്ടിയുടെ ചൂടുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ആറിക്കിട്ടട്ടെ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആറിയിട്ടുണ്ട്, നല്ലെണ്ണ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കണ കുപ്പിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എണ്ണ കുപ്പിയുടെ ഉൾഭാഗത്ത് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അച്ചാർ ചൂടാറിയതിന് ശേഷം അച്ചാർ കുപ്പിയിലേക്ക് നിറച്ച് കൊടുക്കുക. നമ്മൾ എപ്പോഴും എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. കുപ്പിയുടെ കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു കേടും വരില്ല. കുപ്പി നന്നായിട്ട് വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഇതേപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അച്ചാർ അതിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ചൂടാറിയ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാക്കിയതിന് ശേഷം നാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് നന്നായി സൂക്ഷിച്ച് വെച്ചാൽ എത്ര വേണമെങ്കിലും ഇരിക്കും കേട്ടോ. നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ എടുക്കാനുണ്ടെങ്കിൽ ഇതേപോലെ എണ്ണ പുറത്ത് കുപ്പിയുടെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇതേപോലെയൊക്കെ അച്ചാർ ഉണ്ടാക്കി സൂക്ഷിച്ചാൽ എത്ര വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളൂ കേട്ടോ. ഇതേപോലെ അച്ചാർ ഉണ്ടാക്കി എടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.